കെ ഗോവിന്ദനെതിരെ പി ജയരാജൻ. ധീരജിന്റെ മരണം ഇരന്നു വാങ്ങിയതെന്ന് പറഞ്ഞയാളാണ് കെ സുധാകരൻ. ആ സുധാകരന്റെ കാൽക്കൽ വീണ് ത്രിവർണ്ണ ഷാൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കെ ഗോവിന്ദൻ എന്ന് പി ജയരാജൻ. ആദ്യം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ കണ്ടു, കാൽക്കൽ വീണു. വലിയ പാരമ്പര്യമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഈ UDFന്റെ സ്ഥാനാർത്ഥി സണ്ണി ജോസഫിന്റെ കാൽക്കൽ വീണു. സണ്ണി ജോസഫിന്റെ അനുമതി വാങ്ങിച്ചു. നിങ്ങളെ UDFന്റെ ഭാഗമാക്കി മാറ്റാമെന്ന് ഉറപ്പു നൽകി. വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പ്രഖ്യാപിച്ചു, ഞാൻ തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കും. പിന്നെ എവിടെയാ പോയത്? സുധാകരന്റെ അടുക്ക പോയി അല്ലേ? ഒരാള് മദ്ദളത്തോട് പോയി പരാതി പറഞ്ഞ പോലെയാ സുധാകരന്റെ അവസ്ഥ. സുധാകരൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞാൻ കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കും. 4 ദിവസം കാത്തുകെട്ടി കിടന്നു ഡൽഹി പോയിട്ട്. പക്ഷെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പറഞ്ഞു, പാർലമെന്റ് മെമ്പറായിരിക്കുന്ന ഒരൊറ്റയാൾക്കും നിയമസഭയിലേക്ക് മത്സരിക്കാൻ അനുമതി കൊടുക്കൂല. സുധാകരൻ കുറെ ഭീഷണിപ്പെടുത്തി നോക്കി, നടന്നില്ല. അങ്ങനെ വിഷണ്ണനായി തിരിച്ചു വന്ന സുധാകരന് ഒരാശ്വാസം കിട്ടിയത് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി നടാലിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടപ്പോഴാണ്. എന്നിട്ട് സുധാകരൻ എന്ത് ചെയ്തു? കോൺഗ്രസിന്റെ ജനാധിപത്യ കശാപ്പുകൾക്കെതിരായി, കോൺഗ്രസിനെതിരായിട്ട്, സുധാകരനെതിരായിട്ട് ഘോരഘോരം പ്രസംഗിച്ച ഈ UDFന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നടാലിന്റെ വീട്ടിൽ പോയി സുധാകരന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ രക്ഷിക്കണം. അപ്പൊ സുധാകരൻ പറഞ്ഞു, ഷാൾ എടുക്കൂ. കോൺഗ്രസിന്റെ ഒരു ഷാള് മുപ്പറ കഴുത്തിലിട്ടു. കഴുത്ത് മുറുക്കാതെ വന്ന ഭാഗ്യം അല്ലേ? അങ്ങനെ സുധാകരന്റെ ത്രിവർണ്ണ ഷാളുമായിട്ടാണ് നമ്മുടെ UDFന്റെ സ്ഥാനാർത്ഥി ഇപ്പൊ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ആരായി സുധാകരൻ? CPM-നെ കടന്നാക്രമിച്ചുകൊണ്ട് നിരവധി അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കോൺഗ്രസ് നേതാവാണ് സുധാകരൻ. ആ സുധാകരന്റെ കാൽക്കൽ പോയിട്ടാണ് എനിക്ക് വലിയ കൊല്ലത്തെ പാരമ്പര്യമുണ്ട് എന്ന് അവകാശപ്പെട്ട ഈ നേതാവ് സാഷ്ടാംഗ പ്രണാമം നടത്തിയത്. ആരാണ് സുധാകരൻ? ഞാൻ പഴയ ചരിത്രമൊന്നും പറയുന്നില്ല. ഈ മണ്ഡലത്തിൽ ഒരു ജീവാർപ്പണം ചെയ്ത രക്തസാക്ഷിയും SFIയുടെ പ്രവർത്തകനായിട്ടുള്ള ധീരജ് രാജേന്ദ്രൻ തളിപ്പറമ്പ് സ്വദേശിയാണ്. രാജേന്ദ്രന്റെ കുടുംബം കോൺഗ്രസ് കുടുംബമായിരുന്നു.